പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മീനു. ഇതിൻ്റെ ഭാഗമായി ശിവരഞ്ജനിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി മീനു ശ്രമിക്കുമ്പോഴാണ് മീനുവിനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ ശിവരഞ്ജനിയുടെ ആളുകൾ കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. പക്ഷേ മീനുവാകട്ടെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഞാൻ എന്തായാലും ശിവരഞ്ജനി മേഡത്തെ കണ്ട് തിരികെ വരൂ എന്നുള്ള കാര്യം അറിയിക്കുകയും വീണ്ടും അവർ തമ്മിൽ പിടിവലി ആവുകയും ചെയ്തതിനെ തുടർന്നാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ശിവരഞ്ജനി കയറി വരുന്നത്. മീനു, നീ എന്തിനാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിനക്ക് ഇവിടെ കയറി വരാനുള്ള അവകാശം ആരാണ് തന്നിട്ടുള്ളത്? ഇത് കേട്ടതിനെ തുടർന്ന് മാഡം, ഞാനൊരു കാര്യം മാഡത്തിനെ കണ്ട് ചോദിക്കുന്നതിനാണ് വന്നത്. അല്ലാതെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചത്. പക്ഷേ എന്നെ ഇവർ ആവശ്യമില്ലാതെ തടയുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതോടെ നിനക്ക് എന്താണ് എന്നെ കണ്ട് ചോദിക്കാനുള്ളത്? നീ പറ, നിനക്ക് എന്ത് സംശയമാണോ ഉള്ളത്? അല്ല മാഡം എൻ്റെ കട വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത് തടയാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. മാഡം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ മാഡത്തെ കണ്ടു തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടതിനെ തുടർന്ന്, നീ കേട്ടത് ശരി തന്നെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ ആ സൂരജിനെ കണ്ടിരുന്നു. സൂരജിനോട് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ബിസിനസ്സാണ്. ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും മീനു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ ബിസിനസ് തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ബാക്കിയുള്ളവർ എൻ്റെ ശത്രുക്കളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ ശത്രുക്കളെ നേരിടും. അതിൽ യാതൊരു വിഷമവും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം പ്രൊഫഷണലായി കാണുകയല്ലേ വേണ്ടത് മീനു. ഇത് കേട്ടതിനെ തുടർന്ന്, മേഡത്തിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചതല്ല. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ത് തന്നെയാണ് സത്യം. പക്ഷേ എന്തായാലും മാഡം ഒരു യുദ്ധത്തിന് തയ്യാറായ സ്ഥിതിക്ക് ഞാനും എൻ്റെതായ രീതി മുന്നിൽ വയ്ക്കുകയാണ്. ഞാനും യുദ്ധത്തിന് തയ്യാറാണ് മാഡം. നമ്മൾ ഏറ്റുമുട്ടാം. അപ്പോൾ ആരാണ് ജയിക്കുന്നത് എന്ന് കാണുകയും ചെയ്യാമല്ലോ. ഇനി നമ്മൾ തമ്മിലുള്ള മത്സരം തുടങ്ങുകയായി. ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്നെപ്പോലെയുള്ള ചെറിയവരെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ പൊരുതി തോൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ കാണാം മാഡം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മീനു പോകുന്നു. ഇത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ശിവരഞ്ജനിയെ. ഇതോടെ ശിവരഞ്ജനി അവളെ സൂക്ഷിക്കണമെന്നുള്ള കാര്യം തൻ്റെ കൂടെ നിൽക്കുന്നവരോട് തുറന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അവൾക്ക് അവളുടേതായ ശക്തമായ നിലപാടുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഇതേസമയം തിരികെ എത്തുന്ന മീനു ആകെ വിഷമത്തിലായിരിക്കുകയാണ്. ശിവരഞ്ജനി മേഡത്തിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു, വെല്ലുവിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പിന്മാറുക അത്ര നിസ്സാരമായ കാര്യമല്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ സൂരജ് അറിയാൻ ഇടയായതിനെ തുടർന്ന്
സൂരജ് ചെന്ന് കണ്ടിരിക്കുകയാണ് മീനുവിന് ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ സമയമാണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ മീനു, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു നൽകാൻ ഞങ്ങളുണ്ട്. ആ കാര്യത്തിൽ മീനു പേടിക്കണ്ട എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് സൂരജ്. അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.